ശുദ്ധമായതിനെ എന്നെന്നും. നമസ്കാരം, വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ, പ്രകോപനം തുടരുന്നു, ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. പെഹൽഗാം ആക്രമണത്തിനായി ഭീകരരെ സഹായിച്ചവരെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. 15 പേരാണ് സഹായം നൽകിയത്. ഇവരിൽ 3 പേർ കസ്റ്റഡിയിൽ. പെഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞു. മലയാളി വിനോദസഞ്ചാരിയുടെ മൊബൈൽ ക്യാമറയിലാണ് അവിചാരിതമായി ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. വെടിവെപ്പുണ്ടായ ദിവസം പെഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് വെടിവെപ്പ് നടത്തിയ ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത്. അന്വേഷണ ഏജൻസികൾ ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് മലയാളിയായ ശ്രീജിത്ത് രമേശൻ തന്റെ പക്കലുള്ള ദൃശ്യങ്ങളുമായി ഒത്തുനോക്കിയത്. കേസ് അന്വേഷിക്കുന്ന NIAക്ക് അടക്കം ദൃശ്യങ്ങൾ കൈമാറി. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർക്ക് രാജ്യം വിടാനുള്ള അവസാന തീയതി ഇന്ന്. ഇവരുടെ വിസ കാലാവധി ഇന്ന് അവസാനിക്കും. പാകിസ്ഥാൻ പൗരന്മാരെ അടിയന്തരമായി തിരിച്ചയക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഗുജറാത്ത് പോലീസ് 2 നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് 1000-ലധികം ബംഗ്ലാദേശ് പൗരന്മാരെ. അഹമ്മദാബാദ്, സൂറത്ത് നഗരങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 1024 ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത്. പിടിയിലായവരിൽ 2 ബംഗ്ലാദേശികൾക്ക് അൽ ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണെന്ന് സംശയിക്കപ്പെടുന്നതായി സംസ്ഥാന സർക്കാർ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ജനങ്ങളുടെ സംരക്ഷണം രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. അയൽക്കാരെ ആക്രമിക്കരുതെന്നതാണ് ഭാരതീയരുടെ ശീലം. എന്നാൽ പ്രകോപനമില്ലാതെ അയൽക്കാരൻ ഉപദ്രവിച്ചാൽ ഇത് അവരെ മനസ്സിലാക്കി കൊടുക്കുമെന്നും മോഹൻ ഭാഗവത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും ചേർന്ന് പരിഹരിക്കും. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണെന്നും ട്രംപ് പറഞ്ഞു. പെഹൽഗാമിൽ നടന്നത് തെറ്റാണെന്നും ട്രംപ്. പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ഇടയിൽ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ഇറാനെ സംബന്ധിച്ച് 2 സഹോദര രാജ്യങ്ങളാണെന്നും വെല്ലുവിളിയുടെ ഈ സമയത്ത് ഇടപെടാൻ ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറക്ചി എക്സിൽ കുറിച്ചു. ഈ മോശം സമയത്ത് ഇസ്ലാമാബാദിലെയും ദില്ലിയിലെയും ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് സയ്യിദ് കുറിപ്പിൽ പറഞ്ഞു. കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവർക്ക് രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പിൻവലിച്ച് പോലീസ്. കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ 3 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദീർഘകാല വിസയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പാകിസ്ഥാനുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി. ICC ഏഷ്യൻ ടൂർണമെന്റുകളിൽ പോലും പാകിസ്ഥാനുമായി ഇന്ത്യ കളിക്കരുതെന്നും ഗാംഗുലി. PK ശ്രീമതിയെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിലക്കി പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. സംസ്ഥാനത്ത് ഇളവ് ഒന്നും നൽകിയിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി അറിയിക്കുകയായിരുന്നു. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന ഷാലിഹ് മുഹമ്മദ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. 3 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പരുത്തിക്കുഴി സ്വദേശി അനസാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും തിരുവനന്തപുരം സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്.
LSD സ്റ്റാമ്പുമായി യുവാവ് കൊച്ചിയിൽ പിടിയിൽ. എളമക്കര തന്നിക്കൽ ലൈനിൽ നടത്തിയ പരിശോധനയിലാണ് എളമക്കര സ്വദേശി അതുൽ കൃഷ്ണ പിടിയിലായത്. ഇയാളിൽ നിന്നും 16 LSD സ്റ്റാമ്പ്, 8 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഡാൻസർ സംഘം പിടികൂടിയ തണ്ണീർമുക്കം സ്വദേശി വൈഷ്ണവിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് നടപടി. പിടിയിലായ പ്രതികൾ യുവാക്കൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികൾ. തിരക്കേറിയ റോഡിൽ അപകടമാം വിധത്തിൽ യുവാക്കളുടെ റീൽസ് ഷൂട്ടിംഗ് അഭ്യാസം. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ 5 കിലോമീറ്ററോളം ദൂരമാണ് 2 കാറുകളിലായി റീൽസ് ഷൂട്ടിംഗ് നടന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും ഡോറ് വഴി പുറത്തേക്ക് തൂങ്ങി നിന്നായിരുന്നു ഷൂട്ടിംഗ്. പുറകിൽ സഞ്ചരിച്ച മുക്കം സ്വദേശികളാണ് വീഡിയോ ചിത്രീകരിച്ചത്. കോഴിക്കോട് പാലക്കോട്ട് വയലിൽ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. അമ്പലക്കണ്ടി സ്വദേശി സൂരജാണ് കൊല്ലപ്പെട്ടത്. 3 പേരെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയം തിരുവാതുക്കൽ കൊല്ലപ്പെട്ട TK വിജയകുമാർ, ഡോക്ടർ മീര ദമ്പതിമാരുടെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 3-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. കോട്ടയം പാറപ്പാടം ദേവീക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 26 തൂക്കുവിളക്കുകൾ മോഷണം പോയി. 47 വിളക്കുകൾ ഉണ്ടായിരുന്നതിൽ 21 എണ്ണം അഴിച്ചുവെച്ചെങ്കിലും കവർന്നെടുക്കാൻ സാധിച്ചില്ല. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം നടന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിന് തോൽപ്പിക്കും. ഈ കാര്യത്തിൽ പന്തായം വെക്കാനും തയ്യാറാണെന്ന് ന്യൂസ് 18 ദ പോളിഗ്രാഫ് എന്ന പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ തന്നെ പോലുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വയനാട് മേപ്പാടിയിൽ 71കാരന്റെ ജീവനെടുത്ത കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ദൗത്യം തുടരുന്നു. കുങ്കിയാനകളെ വെച്ചുള്ള തെരച്ചിൽ പുനരാരംഭിക്കും. ആക്രമകാരിയായ കാട്ടാനയെ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നും പ്രവചനം. ചൊവ്വാഴ്ച വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരും. കടലിൽ ഒഴുക്ക് ശക്തമായതിനാലാണ് ഡ്രഡ്ജർ പുഴയിലേക്ക് കയറ്റാൻ സാധിക്കാതിരുന്നത്. ഇന്നലെ പുഴി പൂർണ്ണമായും മുറിച്ചിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് കയറ്റി മണൽ മാറ്റാൻ ആരംഭിക്കും. ഇക്കൊല്ലത്തെ പൂരം മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് തൃശൂരിൽ പറഞ്ഞു. 4000-ലേറെ പോലീസുകാരെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കും. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രസേനയുടെ ഉൾപ്പെടെ സേവനം തേടി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഫെബ്രുവരിയിൽ ഓവൽ ഓഫീസിലെ തർക്കത്തിന് ശേഷം ഇരുവരും കണ്ടുമുട്ടുന്നതും ചർച്ച നടത്തുന്നതും ഇതാദ്യം. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ വീണ്ടും തുടങ്ങുമെന്ന് സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിൻ അകാരണമായി യുക്രൈനിലെ ജനവാസ മേഖലകളിലേക്കും നഗരങ്ങളിലേക്കും മിസൈലുകൾ തൊടുക്കുന്നുവെന്നും യുദ്ധം നിർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ്. ഉപരോധങ്ങൾ വഴി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. യുക്രൈൻ യുദ്ധപരിഹാരത്തിനായി ഉപാധികളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറെന്ന റഷ്യ. യുക്രൈനുമായി പ്രത്യേക നിബന്ധനകളില്ലാതെ സമാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് പ്രതികരണം. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ നിലപാട് ആവർത്തിച്ചതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്.
ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ തുറമുഖത്ത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18ആയി. 500-ലേറെ പേർക്ക് പരിക്ക്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയാണ് ബന്ദർ അബ്ബാസ്. അയ്യായിരം ടൺ ഭാരമുള്ള അത്യാധുനിക ഡിസ്ട്രോയർ പടക്കപ്പൽ നിർമ്മിച്ച് ഉത്തര കൊറിയ. നംഫോയിലെ സൈനിക കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ കപ്പൽ രാജ്യത്തിന് സമർപ്പിച്ചു. ഉത്തര കൊറിയയിലെ ജാപ്പനീസ് വിരുദ്ധ വിപ്ലവ പോരാളി ചോ ഹോണിയുടെ ഓർമ്മയ്ക്കായി ചോഹ്യോൺ ക്ലാസ് എന്നാണ് പടക്കപ്പലിന്റെ പേര്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന 3 മാസ കാലയളവിൽ രാജ്യത്തെ മുൻനിര വാഹന കമ്പനിയായ മാരുതി സുസുക്കിക്ക് നഷ്ടം. മാരുതിയുടെ അറ്റാദായം 1% ഇടിഞ്ഞ് 3,911 കോടി രൂപയിലെത്തി. കമ്പനിയുടെ വരുമാനം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മൊത്തം വരുമാനം 6.4% ഉയർന്ന് 40,920 കോടി രൂപയായി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കമ്പനിയുടെ അറ്റാദായം 7.5% ഉയർന്ന് 14,500 കോടി രൂപയായി. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പോയിന്റ് പട്ടികയിൽ ആദ്യ 4-ലെത്താൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. വൈകിട്ട് 3:30 വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. അതേസമയം IPL-ലെ 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ജയിച്ചാൽ ഇരു ടീമിനും പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്താം. രാത്രി 7:30 ഡൽഹിയിൽ വെച്ചാണ് മത്സരം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്ന മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 1 ഓവർ പൂർത്തിയാക്കിയതിന് പിന്നാലെ മഴ പെയ്യുകയായിരുന്നു. മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു. മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രം തുടരും. ആദ്യദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്ത്. ആഗോളതലത്തിൽ ചിത്രം 15.75 കോടി രൂപ ആദ്യ ദിനം നേടിയെന്നാണ് കണക്കുകൾ. കേരളത്തിൽ നിന്നും ചിത്രം 5.25 കോടിയാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആകെ ഗ്രോസ് 6.10 കോടിയുമാണ്. ഓവർസീസ് കളക്ഷനിൽ നിന്നും മാത്രം ലഭിച്ചത് 9.75 കോടി രൂപ. മോഹൻലാലിനോട് അവസരം ആവശ്യപ്പെട്ട സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജൂഡ് ആവശ്യം പങ്കുവച്ചത്. തുടരുമെന്ന ചിത്രം കണ്ടതിന്റെ ആവേശത്തിൽ ജൂഡ് ഇട്ട പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. തമിഴ് നടൻ കവിന്റെ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമായ കിസ് ഇന്റെ അപ്ഡേറ്റ് പുറത്ത്. ചിത്രത്തിന്റെ ആദ്യ ഗാനം ഏപ്രിൽ 30 റിലീസിനെത്തും. പ്രീതി അസ്രാണിയാണ് ചിത്രത്തിൽ നായികയായത്. പൂർണ്ണമാകുന്ന വാർത്തകൾ ഇതുവരെ. ഇനി 9 മണി കാണാം.